കോഴിക്കോട് പന്നിയങ്കരയിൽ ഹരിതകർമ്മസേന തള്ളിയ മാലിന്യത്താൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. പന്നിയങ്കര പാലത്തിന് താഴെയുള്ള വീടുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് വളരെ ദുർഗന്ധത്തിന് കാരണമാകുന്നുണ്ട്. ഈ പ്രദേശത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെന്ന് കച്ചവടക്കാരും പറയുന്നു. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് നഗരത്തിൽ ഷിഗല്ലയടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. അപ്പോഴാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ കുന്നുകൂട്ടിയിടുന്നത്. ഹരിതകർമ്മസേന ഇത്തരത്തിൽ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ കൂട്ടിയിടാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം. പക്ഷേ ഈ പന്നിയങ്കര പാലത്തിന് കീഴെ ഇങ്ങനെ മാലിന്യ മല തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ പാലത്തിന് തൊട്ടപ്പുറത്ത് ഹോട്ടലുണ്ട്, മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, കടകളുണ്ട്. ഈ പ്രദേശത്തെ ആളുകൾക്കൊക്കെ തന്നെ ഇവിടെ നിന്ന് വരുന്ന ആ ദുർഗന്ധം സഹിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർ പോലീസിനോടാണ് ഈ പരാതി പറഞ്ഞത്. അപ്പോൾ പോലീസാണ് പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടു, കൗൺസിലറുമായി ബന്ധപ്പെട്ടു. ഉടൻ തന്നെ ഈ മാലിന്യം ഇവിടെ നിന്ന് മാറ്റാമെന്നൊരു മറുപടി മാത്രമാണ് ഇവരൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ 2 ആഴ്ചയും കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഓരോ ദിവസവും ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതല്ലാതെ ആ മാലിന്യം നീക്കം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ചാക്കുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് ഹരിതകർമ്മസേന എന്നുള്ളത്. ഇങ്ങനെ ഹരിതകർമ്മസേന ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയാണ്, വീടുകളിൽ നിന്ന് മാലിന്യമൊക്കെ ശേഖരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ അതിങ്ങനെ പൊതുമധ്യത്തിലും പൊതു ഇടങ്ങളിലുമൊക്കെ നിക്ഷേപിക്കുന്നത് എന്ന് പറയുന്നത് വലിയ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രദേശവാസികളും ഈ പരിസരത്ത് കട നടത്തുന്ന ആളുകളുമൊക്കെ ചേർന്ന് ഹെൽത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെയെങ്കിലും ഈ മാലിന്യ മല ഇവിടെ നിന്ന് മാറ്റി കിട്ടണം എന്നൊരു അപേക്ഷ മാത്രമാണ് ഈ പരിസരവാസികൾക്കൊക്കെ ഉള്ളത്. ഇതിപ്പോ 2 ആഴ്ചന്റെ മേലെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് അവർ വണ്ടിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എളിയമ്പറമ്പിൽ എന്തോ പ്ലാന്റിന്റെ വർക്ക് നടക്കുന്നുണ്ട്, അവിടെ താൽക്കാലികമായിട്ട് ഇടാണ്, 2-3 ദിവസം കൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ എടുത്തിട്ടില്ല. കംപ്ലൈന്റ് കൗൺസിലർക്കൊക്കെ അയച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ നാടോടികളെ മുഴുവൻ പറഞ്ഞയച്ച്. പക്ഷെ വേസ്റ്റ് ഇടുമ്പോൾ കോർപ്പറേഷനാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്യാമറമാൻ സന്തോഷ് കാവൽക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.